ഒന്നാമതായി ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യ പൂർണ്ണമായും ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തില് തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശങ്ങളും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളാണ് അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യ പൂർണ്ണമായും ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡമാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളാണ് ഏതൊക്കെ? അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഏത്? ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിലോ? ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ചെറിയ രാജ്യമാണേത്? മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നോക്കാം. വടക്കേ അതിർത്തി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയാണ് ഹിമാലയം. വടക്ക് പടിഞ്ഞാറ് വരുന്നതാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ മലനിരകൾ. വടക്ക് കിഴക്ക് വരുന്നതാണ് പൂർവാചൽ. തെക്ക് ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നോക്കുമ്പോൾ വടക്കേ അതിർത്തി ഏതാണ്? വടക്കേ അതിർത്തി ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് വരുന്നതാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകൾ. വടക്ക് കിഴക്ക് വരുന്നതാണ് പൂർവാചൽ. തെക്ക് ഭാഗത്ത് വരുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് പടിഞ്ഞാറ് വരുന്നതാണ് അറബിക്കടൽ. തെക്ക് കിഴക്ക് വരുന്നതാണ് ഇത് ബംഗാൾ ഉൾക്കടൽ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒരിക്കൽ കൂടെ നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണേത്? ഇന്ത്യ. ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തി നോക്കുമ്പോൾ വടക്കേ അതിർത്തി ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് വരുന്നത് ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് കിഴക്ക് വരുന്നത് പൂർവാചലാണ്. തെക്ക് ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. തെക്ക് പടിഞ്ഞാറ് വരുന്നത് അറബിക്കടലാണ്. തെക്ക് കിഴക്ക് വരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ അക്ഷാംശം, രേഖാംശം നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. എന്നാൽ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി വരുന്നത്. ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം എത്ര വീതമാണ്? 30 ഡിഗ്രി വീതമാണ് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തികൾ എത്രയാണ്? 30 ഡിഗ്രി വീതമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയിലുമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗം എങ്ങനെയാണ്? ഉഷ്ണമേഖല. ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയും എന്നാൽ വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയിലുമാണ് ഉൾപ്പെടുന്നത്. ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണ്? ഇന്ത്യ പൂർണ്ണമായും എവിടെയാണ്? ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് തെക്ക് ഭാഗത്താണ്.
ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളാണ് അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ. അടുത്തത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും ചെറുതാണേത്? മാലിദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നോക്കുമ്പോൾ വടക്കേ അതിർത്തി ഹിമാലയമാണ് വരുന്നത്. വടക്കേ അതിർത്തി ഏതാണ്? ഹിമാലയമാണ്. വടക്ക് പടിഞ്ഞാറ് വരുന്നത് ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് പടിഞ്ഞാറ് ഏതാണ്? ഹിന്ദുക്കുഷ്, സുലൈമാൻ നിരകളാണ്. വടക്ക് കിഴക്ക് വരുന്നത് പൂർവാചലാണ്. വടക്ക് കിഴക്ക് ഏതാണ്? പൂർവാചലാണ്. തെക്ക് ഭാഗത്ത് വരുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് പടിഞ്ഞാറ് വരുന്നതാണ് അറബിക്കടൽ. തെക്ക് പടിഞ്ഞാറാണ് അറബിക്കടൽ. തെക്ക് കിഴക്കാണേത്? ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ അക്ഷാംശം രേഖാംശം നോക്കുമ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, അതായത് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അപ്പൊ അത് ഓർത്തിരിക്കുക. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ആണെങ്കിലോ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി വരുന്നത്. ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം 30 ഡിഗ്രി വീതമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം എങ്ങനത്തതാണ്? ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗം ഏതാണ്? ഉഷ്ണമേഖലയിലും. എന്നാൽ വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയുടെ വിസ്തീർണം നോക്കാം. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 2.42%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇന്ത്യയുടെ ആകെ വിസ്തീർണമാണ് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തൃതി വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തൃതി എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ അഥവാ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാമതാണ്. വലുപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങൾ നോക്കാം. റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ. അപ്പോൾ ഇന്ത്യക്ക് എത്രാമതാണ്? 7ാമത്തെ സ്ഥാനമാണ്. അതിന് മുന്നിലുള്ള രാജ്യങ്ങളാണ് ഏതൊക്കെ? റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ് വരുന്നത്? 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം വരുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരമാണെങ്കിലോ 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം വരുന്നത്. 2933 കിലോമീറ്റർ. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? അതിൽ വരുന്നത് 17.5%. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ശതമാനമായി വരുന്നത് 17.5%. എന്നാൽ 2023 സെപ്റ്റംബറിലെ റിപ്പോർട്ട് പ്രകാരം എത്രയായിട്ട് കൂടിയിട്ടുണ്ട്? 17.76% ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. മൗണ്ട് K2വിന്റെ ഉയരം 8611 മീറ്റർ ആണ്. എന്നാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് നോക്കുമ്പോൾ 8661 മീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് സംഖ്യകളും ഓർത്ത് വച്ചിരിക്കുക. മൗണ്ട് K2വിന്റെ ഉയരം 8611, SCERT ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ 8661 മീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയുടെ വടക്കേയറ്റം ഏതാണ്? ഇന്ദിരാകോൾ അല്ലെങ്കിൽ ലഡാക്ക് വരുന്ന ഭാഗമാണ് ഇന്ത്യയുടെ വടക്കേയറ്റമാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് നിക്കോബാർ. ഇന്ത്യയുടെ തെക്കേയറ്റമാണേത്? ഇന്ദിരാ പോയിന്റ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേയറ്റമാണ് കന്യാകുമാരി. തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്
ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഏതാണ്? കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു, അരുണാചൽ പ്രദേശിലെ കിബത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം വരുന്നത്. എന്നാൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ്? ഗുഹാർ മോത്തി, ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം വരുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഇതിന്റെ ഉയരം വരുന്നത് 8586 മീറ്റർ ആണ്. എന്നാൽ NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണെങ്കിൽ 8598 മീറ്റർ ആണ് വരുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട് അതിൽ. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. അതിൽ ഉയരം വരുന്നത് 8586 മീറ്റർ. എന്നാൽ NCERT ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ 8598 മീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായി വരുന്നത്. 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് ആരാണ്? ഇന്ത്യയാണ്. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. UN പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142.86 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. എത്രയാണ്? 142.86 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ. എന്നാൽ ചൈനയുടേതോ 142.57 ആണ് ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142.86 കോടി. ചൈനയുടേത് 142.57 കോടിയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വിസ്തൃതി നമ്മൾ ഒരിക്കൽ കൂടെ നോക്കുകയാണ്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്, അഥവാ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 7. വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. അപ്പൊ അതിന് തൊട്ടു മുന്നേയുള്ള രാജ്യങ്ങളാണ് റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം വരുന്നത്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരമാണ് 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? 2933 കിലോമീറ്റർ ആണ്. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. എന്നാൽ 2023 സെപ്റ്റംബർ റിപ്പോർട്ട് പ്രകാരം അത് എത്രയായിട്ട് ഉയർന്നിട്ടുണ്ട്? 17.76% ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. മൗണ്ട് K2 ഉയരം 8611 മീറ്റർ ആണ്. എന്നാൽ SCERT ടെക്സ്റ്റ് പ്രകാരം 8661 മീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയുടെ വടക്കേയറ്റം ഏതാണ്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേയറ്റം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം വരുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റും, എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റമാണെങ്കിലോ അത് കന്യാകുമാരിയാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം വരുന്നത് അരുണാചൽ പ്രദേശിലെ കിബത്തു ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം വരുന്നത് ഏതാണ്? ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ് വരുന്നത്. അടുത്തത് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. സിക്കിമിലെ കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിന്റെ ഉയരം വരുന്നത് എത്രയാണ്? 8586 മീറ്റർ ആണ് വരുന്നത്. എന്നാൽ നമ്മുടെ NCERT ടെക്സ്റ്റ് പ്രകാരം അത് എത്രയാണ്? 8598 മീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇത്? കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമായി മാറിയത് ഏതാണ്? ഇന്ത്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം.
ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 142.86 കോടിയാണ് ഇന്ത്യയുടെ ജനസംഖ്യ വരുന്നത്. എന്നാൽ തൊട്ടു പിന്നിലാണ് ആര്? ചൈന. ചൈനയുടെ ജനസംഖ്യ 142.57 കോടിയാണ് വരുന്നത്. അടുത്തത് ഇന്ത്യയുടെ അതിർത്തികളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഇത് കര അതിർത്തി. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി വരുന്നത്. 15,200 കിലോമീറ്റർ എന്നും ശരി ഉത്തരമായിട്ട് പരിഗണിക്കപ്പെടുന്നു. അപ്പൊ ഈ രണ്ട് സംഖ്യകളും ഓർത്തിരിക്കുക. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. എന്നാൽ 15,200 ഇത് കരുതപ്പെടുന്നുണ്ട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. ഇന്ത്യയുമായി കര അതിർത്തിയുള്ള അയൽ രാജ്യങ്ങളാണ് ഏതൊക്കെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. അപ്പോൾ ഈ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഒരിക്കൽ കൂടെ പറയാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. അപ്പൊ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അപ്പൊ ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ അഥവാ 15,200 കിലോമീറ്റർ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണെങ്കിലോ 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. എന്നാൽ ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അപ്പൊ ഈ 3 രാജ്യങ്ങളുമാണ് ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറാണെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. എന്നാൽ ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, മ്യാൻമാർ. ബംഗ്ലാദേശും മ്യാൻമറുമാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പിട്ടത്? അത് മ്യാൻമർ രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഒപ്പിട്ടത്. എന്താണ്? ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത് ഇന്ത്യ മ്യാൻമറുമായിട്ടാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം, 7 രാജ്യങ്ങളുണ്ട്. അതിൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? ഭൂട്ടാൻ. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഏത്? മാലദ്വീപ്. അപ്പൊ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഏത്? മാലദ്വീപ്. അപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. വടക്ക് പടിഞ്ഞാറ് ഏതാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. എന്നാൽ വടക്കാണെങ്കിലോ വടക്ക് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഈ സൈഡില് വടക്ക് കിഴക്കായിട്ട് ഏതാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ ആണ്. 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പിട്ടത്? മ്യാൻമറുമായിട്ടാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? ഭൂട്ടാൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. അടുത്തത് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അയൽ രാജ്യങ്ങൾ കര അതിർത്തി. ഇന്ത്യയുമായി കര അതിർത്തി എത്ര പങ്കുവയ്ക്കുന്നു എന്നാണ്. ആദ്യത്തേത് ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ് ഇന്ത്യയുമായി എത്രയാണ് കര അതിർത്തി പങ്കുവയ്ക്കുന്നത്? 4,096.7 കിലോമീറ്റർ ആണ്. ചൈന ആണെങ്കിൽ 3,488 കിലോമീറ്റർ. പാകിസ്ഥാൻ 3,323 കിലോമീറ്റർ. നേപ്പാൾ എത്രയാണ്? 1,751 കിലോമീറ്റർ ആണ്. മ്യാൻമർ എത്രയാണ്? 1,643 കിലോമീറ്റർ ആണ്. ഭൂട്ടാൻ 699 കിലോമീറ്റർ. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലോ 106 കിലോമീറ്റർ. അപ്പൊ ഈ ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. 4,096.7 കിലോമീറ്റർ ആണ് വരുന്നത്. എന്നാൽ ഏറ്റവും കുറവാണെങ്കിൽ ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. എത്രയാണ്? 106 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഒരിക്കൽ കൂടെ നോക്കാം. ബംഗ്ലാദേശിന്റെ കരാതിർത്തി എത്രയാണ്? 4,096.7 കിലോമീറ്റർ. ചൈന 3,488 കിലോമീറ്റർ. പാകിസ്ഥാൻ
3323 കിലോമീറ്റർ, നേപ്പാൾ 1751 കിലോമീറ്റർ, മ്യാൻമാർ 1643 കിലോമീറ്റർ, ഭൂട്ടാൻ 699 കിലോമീറ്റർ, അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. 4096.7 കിലോമീറ്റർ ആണ് വരുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. എന്നാൽ ഏറ്റവും കുറവാണെങ്കിലോ അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ ആണ് വരുന്നത്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്കാബോ റാസി. ഹക്കാബോ റാസിയാണ് ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വത നിരയാണ് ഇത് ഹക്കാബോ റാസി വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഒന്നാമത്തേത് ഏതാണ്? കര അതിർത്തിയാണ്. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15200 കിലോമീറ്റർ ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് അതിർത്തി ഏതാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്കെയാണെങ്കിലോ ബംഗ്ലാദേശ്, മ്യാൻമർ. 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത്? അത് വരുന്നത് മ്യാൻമർ ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം, 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ് ഏറ്റവും ചെറിയ രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മൾ ഈ ടേബിൾ പറഞ്ഞത്. ഈ ടേബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് കര അതിർത്തി പങ്കുവെക്കുന്നത്? ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായി കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്നത്. എത്ര? 4096.7 കിലോമീറ്റർ ആണ്. എന്നാൽ ഏറ്റവും കുറവാണേത്? അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. അപ്പൊ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യമാണ് ഇത് ചൈന. എന്നാൽ ഏറ്റവും ചെറുതാണെങ്കിലോ? ചെറുത് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഭൂട്ടാനാണ് ചെറുത് പറഞ്ഞത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. 4096.7 കിലോമീറ്റർ ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി ഉള്ളതാണേത്? അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ 3 രാജ്യങ്ങളുടെ 3 വശങ്ങൾ ഇന്ത്യയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഹക്കാബോ റാസി. അപ്പോൾ ഹക്കാബോ റാസി ഏത് പർവ്വതമാണ്? ഇന്ത്യ, ചൈന, മ്യാൻമർ ഈ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന പർവ്വത നിരയാണ് ഹക്കാബോ റാസി. അടുത്തത് അതിർത്തി രേഖകളാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണേത്? റാഡ്ക്ലിഫ് രേഖ. അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണേത്? മക്മോഹൻ രേഖ. അതിർത്തി നിർണയിച്ചത് ഹെൻറി മക്മോഹൻ ആണ്. അതുപോലെ തന്നെ ഇന്ത്യ ശ്രീലങ്കയുടെ അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റേതാണെങ്കിൽ ഡ്യൂറന്റ് രേഖ. ഡ്യൂറന്റ് രേഖ ഏതാണ്? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണ് ഡ്യൂറന്റ് രേഖ. അതിർത്തി നിർണയിച്ചതാണ് മോർട്ടിമർ ഡ്യൂറന്റ്. മോർട്ടിമർ ഡ്യൂറന്റ് ആണ് ഡ്യൂറന്റ് രേഖ നിർണയിച്ചത്. അടുത്തത് ഇന്ത്യയിലെ ഏതാണ്? നിക്കോബാർ ദ്വീപുകൾ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപ്. ഇതിന്റെ അതിർത്തി രേഖയാണ് 6 ഡിഗ്രി ചാനൽ. ഇത് മാറിപ്പോകരുത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. അത് നിർണയിച്ച വ്യക്തിയാണ് സിറിൽ റാഡ്ക്ലിഫ്. അടുത്ത ഇന്ത്യ ചൈന ആണെങ്കിൽ മക്മോഹൻ രേഖയാണ്. അത് നിർണയിച്ച വ്യക്തിയാണ് ഹെൻറി മക്മോഹൻ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ.
ഇന്ത്യ മാലിദ്വീപ് ആണെങ്കിൽ 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലിദ്വീപ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണേത് ഡ്യൂറന്റ് രേഖയാണേത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. അതിർത്തി നിർണയിച്ച വ്യക്തിയാണ് മോർട്ടിമർ ഡ്യൂറന്റ്. അടുത്ത ഇന്ത്യയിലെ നിക്കോബാർ ദ്വീപുകൾ മുതൽ ഇന്തോനേഷ്യ സുമാത്ര ദ്വീപ് അതിന്റെ അതിർത്തി രേഖയാണേത് 6 ഡിഗ്രി ചാനൽ. അടുത്തത് സമുദ്ര അതിർത്തിയാണ് നോക്കുന്നത്. ആദ്യം ഏതാണ് നോക്കിയത്? കര അതിർത്തിയാണ് നോക്കിയത്. രണ്ടാമത് സമുദ്ര അതിർത്തി നോക്കാം. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യമാണ് 7516.6 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം വരുന്നത്. എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപ് തീരപ്രദേശം ഉൾപ്പെടെയാണ് എത്ര വരുന്നത്? 7516 കിലോമീറ്റർ വരുന്നത്. ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യമാണ് 6100 കിലോമീറ്റർ. ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യമാണ് 6100 കിലോമീറ്റർ വരുന്നത്. കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ, അത് ഏകദേശം എത്രയാണ്? 21.9 കിലോമീറ്റർ ആണ് വരുന്നത്. കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗവും ഇന്ത്യൻ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എത്രയാണ് ഉൾപ്പെടുന്നത്? കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അഥവാ 21.9 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ അതുവരെയുള്ള സമുദ്രഭാഗവും ഇന്ത്യയുടെ അതിർത്തിയിലായിട്ടാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ് സംഗമിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ ഇതെല്ലാം സംഗമിക്കുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. കരാതിർത്തിയും നമ്മൾ എത്ര എണ്ണമാണ് പറഞ്ഞത്? 7 എണ്ണമാണ്. അതുപോലെ തന്നെ സമുദ്ര അതിർത്തിയും 7 എണ്ണമാണ് ഉള്ളത്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ്. അപ്പൊ ഈ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നത്. ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ്. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് സമുദ്രാതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഏതൊക്കെ? ശ്രീലങ്ക, മാലിദ്വീപ്. അപ്പൊ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഏതൊക്കെ? ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 3 രാജ്യങ്ങളുണ്ട്. തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമർ. അപ്പോൾ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഇതൊക്കെ? ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നതാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമർ. ഇപ്പൊ സമുദ്ര അതിർത്തി ഇത്രയുമാണുള്ളത്. അപ്പൊ ഇതൊരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യമാണ് എത്ര? 7516.6 കിലോമീറ്റർ. അത് ഏതൊക്കെയാണ്? ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ തീരപ്രദേശം ഉൾപ്പെടെയാണ് 7516.6 കിലോമീറ്റർ വരുന്നത്. ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യമാണ് 6100 കിലോമീറ്റർ. ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യം എത്രയാണ്? 6100 കിലോമീറ്റർ ആണ്. കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്ര? 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്.
ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമർ. അടുത്ത സംസ്ഥാനങ്ങളും രാജ്യാന്തര അതിർത്തികളും നോക്കാം. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 16. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16 എണ്ണമാണ്. ഏതൊക്കെയാണത്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. അപ്പൊ ഈ 16 സംസ്ഥാനങ്ങളാണ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണമാണ് 2. ജമ്മു കാശ്മീരും ലഡാക്കുമാണ് അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 8 സംസ്ഥാനം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? ഉത്തർപ്രദേശ്. എത്ര സംസ്ഥാനങ്ങൾ? 8 സംസ്ഥാനങ്ങൾ. അതിന്റെ കൂടെ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം. ഒരേ ഒരു സംസ്ഥാനമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 2 എണ്ണമാണ്. സിക്കിം ഏത് സംസ്ഥാനമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? പശ്ചിമ ബംഗാളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അടുത്ത് മേഘാലയ ആസാം സംസ്ഥാനവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 16. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആണ്. ജമ്മു കാശ്മീരും ലഡാക്കും. ഇന്ത്യൻ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 8 സംസ്ഥാനങ്ങളുമായും ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുമായിട്ടാണ്. ഒരേ ഒരു സംസ്ഥാനമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാളുമായിട്ടാണ്. മേഘാലയ ആസാമുമായിട്ടാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതാണ് രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് സിക്കിമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 2509.7 കിലോമീറ്റർ ആണ്. അത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? പശ്ചിമ ബംഗാൾ. ബംഗ്ലാദേശുമായിട്ട് 2509.7 കിലോമീറ്റർ. ഹിമാലയം, സമുദ്രം എന്നിവയുമായി അതിര് പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏതൊക്കെ? ഹിമാലയം, സമുദ്രം എന്നിവയുമായി അതിര് പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത്? പശ്ചിമ ബംഗാൾ. അന്താരാഷ്ട്ര കര അതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്. അന്താരാഷ്ട്ര കര അതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ? പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്. അപ്പോൾ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതാണ് രാജസ്ഥാൻ. ഏറ്റവും ചെറുതാണെങ്കിലോ സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ബംഗ്ലാദേശുമായിട്ടാണ്. 2509.7 കിലോമീറ്റർ. ഹിമാലയം, സമുദ്രം എന്നിവയുമായി അതിര് പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അന്താരാഷ്ട്ര കര അതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ ഏതാണ്? പശ്ചിമ ബംഗാളാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര.
അപ്പൊ 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണേത്? ത്രിപുര. 3 വശവും 3 വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ഏതൊക്കെയാണ്? അത് സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. അപ്പോൾ സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ? സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്. കേന്ദ്രഭരണ പ്രദേശമാണേത്? ലഡാക്ക്. 3 വശവും 3 വിദേശ ശക്തി രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഏതൊക്കെ? സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന. അപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണ്? തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന. സംസ്ഥാനങ്ങളും രാജ്യാന്തര അതിർത്തികൾ ഒരിക്കൽ കൂടെ നോക്കാം. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 16. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 ജമ്മു കാശ്മീർ, ലഡാക്ക്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണേത്? ഉത്തർപ്രദേശ്. 8 സംസ്ഥാനവുമായും പിന്നെ അതുപോലെ തന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ ആസാമുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് നാഗാലാൻഡ് ആണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ബംഗ്ലാദേശുമായിട്ട് 2509.7 കിലോമീറ്റർ. ഹിമാലയം, സമുദ്രം എന്നിവയുമായി അതിര് പങ്കിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അന്താരാഷ്ട്ര കര അതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന 2ാമത്തെ സംസ്ഥാനമാണേത്? അരുണാചൽ പ്രദേശ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണേത്? ത്രിപുര. 3 വശവും 3 വിദേശ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവുമാണ് സിക്കിം, പശ്ചിമ ബംഗാൾ, അരുണാചൽ പ്രദേശ്, ലഡാക്ക്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് തെലങ്കാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണമുണ്ട്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുണ്ട്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതുണ്ട്, ഏറ്റവും കുറവുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഈ ഒരു ടേബിള് നോക്കുക. ആദ്യത്തെ നോക്കാം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 5 സംസ്ഥാനങ്ങളാണ്. അപ്പൊ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത് എത്ര സംസ്ഥാനങ്ങളാണ്? 5 സംസ്ഥാനങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. അപ്പൊ ഈ 5 സംസ്ഥാനങ്ങളുമായിട്ടാണ് നേപ്പാൾ അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബീഹാർ ആയിട്ടാണ്. എന്നാൽ ഏറ്റവും കുറവാണേത്? സിക്കിം. ഏറ്റവും കുറവാണ് സിക്കിം, കൂടുതൽ ബീഹാറാണ്. അപ്പോൾ രാജ്യം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 5 ഉത്തരാഖണ്ഡ്, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. അതിൽ ഏറ്റവും കൂടുതൽ ബീഹാറുമായിട്ടാണ്, ഏറ്റവും കുറവേത് സിക്കിമുമായിട്ടാണ്. അടുത്ത 2ാമത്തെ രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അതും 5 സംസ്ഥാനങ്ങളാണ്. മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെ? മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ, പശ്ചിമ ബംഗാൾ. അതിൽ കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളും ഏറ്റവും കുറവ് ആസാമുമാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 5 മിസോറാം, ത്രിപുര, ആസാം, മേഘാലയ, പശ്ചിമ ബംഗാൾ. അതിൽ കൂടുതൽ അതിർത്തി പങ്കിടുന്നത്
പശ്ചിമ ബംഗാളുമായിട്ടും ഏറ്റവും കുറവ് ആസാമുമായിട്ടാണ്. അടുത്തത് ചൈന. ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് വരുന്നത്. 4 സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ടാണ് ചൈന അതിർത്തി പങ്കിടുന്നത്. അത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം 4 സംസ്ഥാനങ്ങളാണ്. ഒരു കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ലഡാക്ക്. അതിലെ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശ് ആണ്. കേന്ദ്രഭരണ പ്രദേശം വരുമ്പോൾ ഇതാണ് ലഡാക്ക്. അതൊന്നല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം വരുന്നത്. ഏറ്റവും കുറവാണെങ്കിൽ സിക്കിം ആണ്. ഏറ്റവും കുറവ് ഏതാണ്? സിക്കിം ആണ്. ഏറ്റവും കൂടുതൽ അരുണാചൽ പ്രദേശ് ആണ്. അടുത്തത് ഭൂട്ടാൻ. ഭൂട്ടാൻ 4 സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. സിക്കിം, പശ്ചിമ ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ് ഈ 4 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഭൂട്ടാൻ അതിർത്തി പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവാണെങ്കിൽ ആസാമാണ് ഏറ്റവും കുറവ്. മ്യാൻമർ 4 സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാമായിട്ടാണ് മ്യാൻമർ അതിർത്തി പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? അതിൽ ഏറ്റവും കൂടുതലുള്ളത് അരുണാചൽ പ്രദേശുമായിട്ടും ഏറ്റവും കുറവ് നാഗാലാൻഡുമായിട്ടാണ്. അടുത്തത് പാകിസ്ഥാൻ. പാകിസ്ഥാൻ 3 സംസ്ഥാനങ്ങളുമായും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. 3 സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഏതൊക്കെയാണത്? രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ 3 സംസ്ഥാനങ്ങളുമായിട്ടാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കുവെക്കുന്നത്. അതിൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീറും ലഡാക്കുമാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ ജമ്മു കാശ്മീർ ആണ്. ഏറ്റവും കുറവ് അതിർത്തി ഗുജറാത്തുമായിട്ട്, കേന്ദ്രഭരണം ഏതാണ്? ലഡാക്കാണ് വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഏതാണ്? 3 സംസ്ഥാനങ്ങളുമായും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക്. അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? രാജസ്ഥാനാണ്. കേന്ദ്രഭരണ പ്രദേശം വരുമ്പോൾ ജമ്മു കാശ്മീർ ആണ്. ഏറ്റവും കുറവ് ഗുജറാത്തിലാണ്. കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ലഡാക്കാണ്. അടുത്തത് ഏറ്റവും അവസാനമായിട്ട് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കുവെക്കുന്നത് ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ടാണ്. അത് ലഡാക്കാണ്. അപ്പൊ ഈ ഒരു ടേബിൾ ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് ഇന്ത്യയുടെ കടൽ തീരമാണ്. സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 എണ്ണമാണ്. കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 9 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് ഇതാണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. എന്നാൽ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഈ 4 സംസ്ഥാനങ്ങളാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഇത് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 1076 കിലോമീറ്റർ ആണ്. രണ്ടാമതാണ് ആന്ധ്രാപ്രദേശ് വരുന്നത്. 974 കിലോമീറ്റർ ആണ് വരുന്നത്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനമാണേത്? ഗോവ. അപ്പോൾ ഏറ്റവും കൂടുതൽ സമുദ്രതീരം ഗുജറാത്താണ്. ഏറ്റവും കുറവ് ഏതാണ്? ഗോവയാണ്. ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനമാണ് തെലങ്കാന. ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനമാണേത്? തെലങ്കാന. കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. അപ്പോൾ ഇന്ത്യയുടെ കടൽ തീരമായിട്ട് ഉള്ള ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കാം. സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര,
ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇതിൽ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. എന്നാൽ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഇത് തമിഴ്നാട്. തമിഴ്നാടിന്റെ ദൈർഘ്യം വരുന്നത് 1076 കിലോമീറ്റർ ആണ്. തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് വരുന്നത്. 974 കിലോമീറ്റർ ആണ്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനമാണ് ഗോവ. ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനമാണേത്? തെലങ്കാന. കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇവിടെ ഡിഗ്രിയുടെ സിമ്പല് അവിടെ മാറിപ്പോയതാണ്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി കിഴക്കാണ് വരുന്നത്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിലെ അലഹബാദ്, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണമാണ് 1. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖലയാണ് ചായ് ബഗാൻ സമയമേഖല. ചായ് ബഗാൻ സമയമേഖലയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖലയാണ് ചായ് ബഗാൻ സമയമേഖല. അലഹബാദിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് IST ഇന്ത്യയിൽ ആകമാനം കണക്കാക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപിലാണ്. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഇത് അരുണാചൽ പ്രദേശ്. അപ്പൊ അവിടുത്തെ സമയം പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമായ ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപിലാണ്. അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 2 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ 15 ഡിഗ്രി രേഖാംശം മാറുമ്പോൾ പ്രാദേശിക സമയം 1 മണിക്കൂർ വ്യത്യാസപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂറാണ് മുന്നിൽ? 5.5 മണിക്കൂറാണ് മുന്നിലായിട്ടുള്ളത്. ISTയെ ഇന്ത്യയുടെ ഔദ്യോഗിക സമയരേഖയായി പ്രഖ്യാപിച്ചത് 1947 സെപ്റ്റംബർ 1-നാണ്. ISTയെ ഇന്ത്യയുടെ ഔദ്യോഗിക സമയമേഖലയായി പ്രഖ്യാപിച്ചത് 1947 സെപ്റ്റംബർ 1-ന്. ഇന്ത്യയുടെ മാനക സമയം ഒരിക്കൽ കൂടെ നോക്കാം. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി കിഴക്ക്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. അപ്പൊ ഇത്രയും സംസ്ഥാനത്തിലൂടെയാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്നത്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണെങ്കിൽ ഉത്തർപ്രദേശിലെ അലഹബാദ്, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന പുതിയ സമയമേഖലയാണ് ചായ് ബഗാൻ സമയമേഖല. അലഹബാദിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന
82.5 കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് IST. ഇതാണ് ഇന്ത്യയിലാകമാനം കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപിലാണ്. ഇതിന് കാരണം എന്താണ്? അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 2 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ 15 ഡിഗ്രി രേഖാംശം മാറുമ്പോൾ പ്രാദേശിക സമയം 1 മണിക്കൂറാണ് വ്യത്യാസപ്പെടുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ISTയെ ഇന്ത്യയുടെ ഔദ്യോഗിക സമയ മേഖലയായി പ്രഖ്യാപിച്ചത് 1947 സെപ്റ്റംബർ 1-നാണ്. അടുത്ത ഭാഗം ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി വടക്കാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്നത് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖലയിലുമാണ്. അതിനാൽ ഇന്ത്യ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല എന്നീ 2 മേഖലകൾക്കിടയിലാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗം ഏതാണ്? ഉഷ്ണമേഖലയാണ്. എന്നാൽ വടക്ക് ഭാഗം ഏതാണ്? ഉപോഷ്ണ മേഖല. അതിനാൽ ഇന്ത്യ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല എന്നീ 2 മേഖലകൾക്കിടയിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 8. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ. അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 8 എണ്ണമാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് മാഹി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാണ്? മാഹിയാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ. ത്രിപുരയിലെ ഉദയ്പൂർ ആണ് ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ മെട്രോപൊളിറ്റൻ നഗരമാണ് അഹമ്മദാബാദ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ മെട്രോപൊളിറ്റൻ നഗരമാണ് അഹമ്മദാബാദ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് തിരുവനന്തപുരം. 8 ഡിഗ്രി 17 മിനിറ്റ് നോർത്താണ് വരുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണേത്? തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരമാണേത്? തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരമാണ് ബാംഗ്ലൂർ. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ഏതാണ്? ബാംഗ്ലൂർ ആണ്. എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ ഉത്തരായന രേഖ ഒരിക്കൽ കൂടെ നോക്കാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണേത്? ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്കാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും 2ആയിട്ട് വിഭജിക്കുന്നതാണ് ഏത്? ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക്. ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയാണ്. അതുപോലെ തന്നെ വടക്ക് ഭാഗം ഏതാണ്? ഉപോഷ്ണ മേഖലയാണ്. അതിനാൽ ഇന്ത്യ ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖല എന്നീ 2 മേഖലകൾക്കിടയിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 8. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം, പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ് മാഹി നദി. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ. ത്രിപുരയിലെ ഉദയ്പൂർ ആണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ മെട്രോപൊളിറ്റൻ നഗരമാണ് അഹമ്മദാബാദ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരമാണ് ബാംഗ്ലൂർ. അടുത്ത് കുറച്ച് ബേസിക് ഫാക്ട്സ് നോക്കാം. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്.
ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1953 ഒക്ടോബർ 1-നാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. ഇന്ത്യയുടെ വടക്കേയറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. തെക്കേയറ്റത്തെ സംസ്ഥാനം തമിഴ്നാട്. കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണേത്? ഗുജറാത്ത്. വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണേത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് മൽക്കജ്ഗിരി. തെലങ്കാനയിലെ മൽക്കജ്ഗിരിയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് മൽക്കജ്ഗിരി, തെലങ്കാന. ഏറ്റവും കുറവാണെങ്കിൽ ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ഇത് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമാണ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളാണ് ഏതൊക്കെ? തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9 ആണ്. ഇന്ത്യയുടെ ആകെ റെയിൽവേ സോണുകൾ 18 ആണ്. ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ 22 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം ഏതാണ്? മൽക്കജ്ഗിരി, തെലങ്കാന. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് ലക്ഷദ്വീപ്. ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക് ആണ്. ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക്, ഡൽഹി. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. റെയിൽവേ സോണുകളുടെ എണ്ണം 18. ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. അടുത്തത് വലുതും ചെറുതും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കച്ച്, ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ചാണ് ഏറ്റവും വലിയ ജില്ല. എന്നാൽ ഏറ്റവും ചെറിയ സംസ്ഥാനമോ? ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ചെറിയ സംസ്ഥാനം ഗോവ. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്, ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ച്, ഏറ്റവും ചെറിയ ജില്ല പുതുച്ചേരിയിലെ മാഹി. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവസാന ടോപ്പിക്കാണ് പട്ടണങ്ങൾ, അപരനാമങ്ങൾ. അപ്പൊ അത് കുറച്ച് നോക്കാം. ആദ്യത്തെ പട്ടണം മുംബൈ. മുംബൈയുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പ്രവേശന കവാടം, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ ഹോളിവുഡ്, ഇന്ത്യയുടെ വ്യവസായ നഗരം. അപ്പൊ ഈ എല്ലാം അപരനാമങ്ങൾ അറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ പട്ടണമാണ്. അപ്പൊ മുംബൈ പട്ടണത്തിന്റെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പ്രവേശന കവാടം, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ ഹോളിവുഡ്, ഇന്ത്യയുടെ വ്യവസായ നഗരം. അടുത്തത് ഹൈദരാബാദ്. ഹൈദരാബാദിന്റെ പ്രത്യേകതയാണ് എന്തോന്ന്? ഹൈടെക് നഗരം അല്ലെങ്കിൽ ഭാഗ്യനഗരം. ഹൈടെക് നഗരം, ഭാഗ്യനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹൈദരാബാദ് ആണ്. അപ്പോൾ മുംബൈ എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പ്രവേശന കവാടം, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ ഹോളിവുഡ്, ഇന്ത്യയുടെ വ്യവസായ നഗരം തുടങ്ങിയതാണ്. ഹൈദരാബാദ് ആണെങ്കിലോ ഹൈടെക് നഗരം, ഭാഗ്യനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹൈദരാബാദ് ആണ്. അടുത്തത് ഭുവനേശ്വർ. ഭുവനേശ്വർ അറിയപ്പെടുന്നത് കത്തീഡ്രൽ സിറ്റി. ഭുവനേശ്വർ കത്തീഡ്രൽ സിറ്റി. കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭുവനേശ്വർ. അടുത്ത കിഴക്കിന്റെ ഓക്സ്ഫോർഡ്, ഡെക്കാന്റെ റാണി ഏതാണ്? പൂനെ. കിഴക്കിന്റെ ഓക്സ്ഫോർഡ്, ഡെക്കാന്റെ റാണി ഏതാണ്?
പൂനെയാണ്. അടുത്തത് ഇന്ത്യൻ ഡെട്രോയിറ്റ്. ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെന്നൈയാണ്. ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് ചെന്നൈയാണ്. പാടല നഗരം. പാടല നഗരം ഏതാണ്? ജയ്പൂർ ആണ് പാടല നഗരം. പാടല നഗരമാണ് ജയ്പൂർ. ഓറഞ്ച് നഗരം. ഓറഞ്ച് നഗരം ഏതാണ്? നാഗ്പൂർ ആണ് ഓറഞ്ച് നഗരം. ഓറഞ്ച് നഗരമാണ് ഏത്? നാഗ്പൂർ. എന്നാൽ മുന്തിരി നഗരമാണെങ്കിലോ? മുന്തിരി നഗരം നാസിക്. നാസിക് ആണ് മുന്തിരി നഗരം വരുന്നത്. അടുത്തത് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ആണ് ഏത്? ഷില്ലോങ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ആണ് ഷില്ലോങ്. വജ്രനഗരം. വജ്രനഗരം ഏതാണ്? സൂററ്റ് ആണ് വജ്രനഗരം. പാവങ്ങളുടെ ഊട്ടിയാണ് നെല്ലിയാമ്പതി. അഹല്യ നഗരി. അഹല്യ നഗരി എന്നറിയപ്പെടുന്നത് ഇൻഡോർ ആണ്. അഹല്യ നഗരി ഏതാണ്? ഇൻഡോർ ആണ്. കർഷകരുടെ സ്വർഗം, ദക്ഷിണേന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നതാണ് തഞ്ചാവൂർ. കർഷകരുടെ സ്വർഗം, ദക്ഷിണേന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നതാണ് തഞ്ചാവൂർ. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണ് ഏത്? കോയമ്പത്തൂർ. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. ചന്ദന നഗരം. ചന്ദന നഗരം ഏതാണ്? മൈസൂർ ആണ് ചന്ദന നഗരം. സോളാർ സിറ്റി, സുവർണ ക്ഷേത്ര നഗരം. സോളാർ സിറ്റി, സുവർണ ക്ഷേത്ര നഗരം ഏതാണ്? അമൃത്സർ ആണ്. ധവള നഗരം, തടാകങ്ങളുടെ നഗരമാണ് ഉദയ്പൂർ. ധവള നഗരം തടാകങ്ങളുടെ നഗരമാണ് ഏത്? ഉദയ്പൂർ. അടുത്തത് സന്തോഷത്തിന്റെ നഗരം, ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് കൊൽക്കത്ത. ഏതൊക്കെയാണ്? സന്തോഷത്തിന്റെ നഗരം, ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം. ഇതൊക്കെയാണ് കൊൽക്കത്ത. അടുത്തത് കേരളത്തിന്റെ നെല്ലറയാണ് ഇത്? കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറയാണ് കുട്ടനാട്. ഇന്ത്യൻ മാഞ്ചസ്റ്റർ, ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ, ബോസ്റ്റൺ ഓഫ് ഇന്ത്യ. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ, ബോസ്റ്റൺ ഓഫ് ഇന്ത്യ. നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി. നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പാനിപ്പത്ത്. നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? പാനിപ്പത്ത്. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, ഇന്ത്യയുടെ ഉരുക്ക് നഗരം ആണ് ജംഷഡ്പൂർ. ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, ഇന്ത്യയുടെ ഉരുക്ക് നഗരമാണ് ഏത്? ജംഷഡ്പൂർ. ഇന്ത്യയുടെ കൽക്കരി നഗരമാണ് ധൻബാദ്. ഇന്ത്യയുടെ കൽക്കരി നഗരം ഏതാണ്? ധൻബാദ്. റാലികളുടെ നഗരമാണ് ന്യൂഡൽഹി. റാലികളുടെ നഗരം ന്യൂഡൽഹി. മിനി സ്വിറ്റ്സർലാൻഡ്. മിനി സ്വിറ്റ്സർലാൻഡ് ഏതാണ്? ഖജ്ജിയാർ. ഖജ്ജിയാർ ആണ് മിനി സ്വിറ്റ്സർലാൻഡ്. അറബിക്കടലിന്റെ റാണി. അറബിക്കടലിന്റെ റാണിയാണ് ഏത്? കൊച്ചി. ഇന്ത്യയുടെ സ്പേസ് നഗരം, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം, ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, അവസരങ്ങളുടെ നഗരം. ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ബാംഗ്ലൂർ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ സ്പേസ് നഗരം, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം, ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, അവസരങ്ങളുടെ നഗരമാണേത്? ബാംഗ്ലൂർ. മുട്ട നഗരം. മുട്ട നഗരം ഏതാണ്? നാമക്കലാണ് മുട്ട നഗരം വരുന്നത്. തേയില നഗരം. തേയില നഗരം ഏതാണ്? ദിബ്രുഗഡ്. തേയില നഗരമാണ് ദിബ്രുഗഡ്. സൈക്കിൾ നഗരം. സൈക്കിൾ നഗരമാണേത്? ലുധിയാന. സൈക്കിൾ നഗരമാണ് ലുധിയാന. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. ശാസ്ത്ര ഉപകരണങ്ങളുടെ നഗരമാണ് അംബാല. ശാസ്ത്ര ഉപകരണങ്ങളുടെ നഗരമാണേത്? അംബാല. വെള്ളച്ചാട്ടത്തിന്റെ നഗരമാണ് റാഞ്ചി. വെള്ളച്ചാട്ടത്തിന്റെ നഗരം റാഞ്ചി. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതാണ് ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ് ആണേത്? ലഡാക്ക്. സൂര്യനഗരം. സൂര്യനഗരമാണ് ജോധ്പൂർ. സൂര്യനഗരമാണേത്? ജോധ്പൂർ. യോഗ തലസ്ഥാനം. യോഗ തലസ്ഥാനം ഏതാണ്? ഋഷികേശ് ആണ് യോഗ തലസ്ഥാനം വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ് പട്ടണങ്ങൾ, അപരനാമങ്ങൾ. ഇന്ത്യയുടെ പ്രവേശന കവാടം, 7 ദ്വീപുകളുടെ നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ ഹോളിവുഡ്, ഇന്ത്യയുടെ വ്യവസായ നഗരമാണ് മുംബൈ. ഹൈടെക് നഗരം, ഭാഗ്യനഗരം എന്നീ അപരനാമത്തിൽ അറിയപ്പെടുന്നതാണ് ഇത്? ഹൈദരാബാദ്. കത്തീഡ്രൽ സിറ്റി. കത്തീഡ്രൽ സിറ്റിയാണ് ഭുവനേശ്വർ. കിഴക്കിന്റെ ഓക്സ്ഫോർഡ്, ഡെക്കാന്റെ റാണി പൂനെ. ഇന്ത്യൻ ഡെട്രോയിറ്റ് ചെന്നൈ. പാടല നഗരം ജയ്പൂർ. ഓറഞ്ച് നഗരം നാഗ്പൂർ. മുന്തിരി നഗരം നാസിക്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ഷില്ലോങ്. വജ്രനഗരം സൂററ്റ്. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. അഹല്യ നഗരി ഇൻഡോർ. കർഷകരുടെ സ്വർഗം, ദക്ഷിണേന്ത്യയുടെ ധാന്യ കലവറ തഞ്ചാവൂർ. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ.
ചന്ദന നഗരം മൈസൂർ, സോളാർ സിറ്റി സുവർണക്ഷേത്ര നഗരം അമൃത്സർ, ധവള നഗരം തടാകങ്ങളുടെ നഗരം ഉദയ്പൂർ, സന്തോഷത്തിന്റെ നഗരം ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊട്ടാരങ്ങളുടെ നഗരം ശാസ്ത്ര നഗരം കൊൽക്കത്ത, കേരളത്തിന്റെ നെല്ലറ കുട്ടനാട്, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ അഹമ്മദാബാദ്, നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി പാനിപ്പത്ത്, ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ്, ഇന്ത്യയുടെ ഉരുക്ക് നഗരം ജംഷഡ്പൂർ, ഇന്ത്യയുടെ കൽക്കരി നഗരം ധൻബാദ്, റാലികളുടെ നഗരം ന്യൂഡൽഹി, മിനി സ്വിറ്റ്സർലാൻഡ് ഖജിയാർ, അറബിക്കടലിന്റെ റാണി കൊച്ചി, ഇന്ത്യയുടെ സ്പേസ് നഗരം, ഇന്ത്യയുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം, ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം പെൻഷനേഴ്സ് പാരഡൈസ്, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, അവസരങ്ങളുടെ നഗരം ബാംഗ്ലൂർ, മുട്ട നഗരം നാമക്കൽ, തേയില നഗരം ദിബ്രുഗഡ്, സൈക്കിൾ നഗരം ലുധിയാന, ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ, ശാസ്ത്ര ഉപകരണങ്ങളുടെ നഗരം അംബാല, വെള്ളച്ചാട്ടത്തിന്റെ നഗരം റാഞ്ചി, ലിറ്റിൽ ടിബറ്റ് ലഡാക്ക്, സൂര്യനഗരം ജോധ്പൂർ, യോഗ തലസ്ഥാനം ഋഷികേശ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.